എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പം നമുക്കറിയാമല്ലോ 10th പ്രിലിമിനറിയുടെ റിസൾട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി രണ്ടെണ്ണം വരാനുണ്ട്. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറും എക്സാമിൻ്റെ റിസൾട്ട് വരാനുണ്ട്. അപ്പോൾ പിന്നെ ഹയർ സെക്കൻഡറിയുടെ ലാബ് അസിസ്റ്റന്റ്, അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് നമുക്ക് അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ഓഫീസ് അറ്റൻഡൻസ് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ സെക്രട്ടേറിയറ്റ് OA എക്സാം വരുന്നുണ്ട്. അപ്പം 228/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ഈ എക്സാം എന്ന് പറയുന്നത് ഒരു ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 ആയിരുന്നു. അത് ലാബ് അസിസ്റ്റന്റ്. ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 ലാബ് അസിസ്റ്റന്റിന് വേണ്ടി നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം സെക്രട്ടേറിയറ്റ് OA പോലുള്ള എക്സാമിനേഷനും 10th മെയിൻസിനും വർക്കൗട്ട് ചെയ്യുന്നവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നത് നന്നായിരിക്കും. കണക്റ്റഡ് ഫാക്റ്റും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? അപ്പം കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം, കേഡ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഇത്രയും അത് നടന്നിട്ടുള്ള സംസ്ഥാനങ്ങളുമാണ് തന്നിരിക്കുന്നത്. അപ്പം അതിന് ശരിയായ ബന്ധമുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം ആണ് ശരി. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് നടന്നത്. അഹമ്മദാബാദ് മിൽ സമരവും ഗുജറാത്തിലാണ് നടന്നത്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിൽ നടന്നു, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്തിൽ നടന്നു. അപ്പോൾ ഖേഡ സത്യാഗ്രഹം നടന്നതും ഗുജറാത്തിലാണ്. അതിൽ തെറ്റായിട്ടുണ്ടായിരുന്നത് ഖേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര എന്നാണ് തന്നിരുന്നത്. അല്ല, ഖേഡ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലായിരുന്നു. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഖേഡ സത്യാഗ്രഹം ഗുജറാത്ത്, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം ചോദ്യം ഒരിക്കൽ കൂടി പറയാം. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? നമ്മുടെ ഓപ്ഷൻ സി ആയിരുന്നു ഉത്തരം. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്, അതായിരുന്നു ഉത്തരം. ഖേഡ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലാണ്. അതും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ശരി ഏതാ തെറ്റേതാന്നൊക്കെ ഡൗട്ട് വരും. അപ്പോൾ തെറ്റായെന്ന് പറയുമ്പോൾ അതിനോട് തന്നെ ചേർന്ന് ഒരു ഇൻഡ്യൂ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാ. അപ്പോൾ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയല്ല, ശക്തൻ തമ്പുരാനാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. ഇനി മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ആണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ 1741 കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ഒന്നുകൂടെ പറയാം. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്, മാർത്താണ്ഡവർമ്മ അല്ല. അപ്പോൾ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ. ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റുകൾ ഓർത്തിരിക്കണം. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഇനി നമുക്ക് നോക്കുന്ന മൂന്നാമത്തെ ചോദ്യമാണ്. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? അപ്പോൾ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ എന്നായിരുന്നു EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി. അപ്പോൾ ബാക്കിയുള്ളത് ആരാ എഴുതിയെന്നും കൂടെ നോക്കാം. കണ്ണീരും കിനാവും എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. ആദിഭാഷ എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗൻ ആണ്. മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗൻ. 1881 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ കണ്ണീരും കിനാവും ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെയാണ്. ആദിഭാഷ എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗൻ. അത് 1881 പബ്ലിഷ് ചെയ്തത്. അപ്പൊ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതായിരുന്നു എന്നാണ് ചോദ്യം. EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി 1.25 കോടി മലയാളികൾ. നാലാമത്തെ ചോദ്യം നോക്കാം. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? ദേശീയ സമരകാലത്ത് ഉണ്ടായിരുന്ന ഇന്ത്യൻ പത്രങ്ങളും അത് സ്ഥാപിച്ച നേതാക്കളും, അതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. 1, 3 മാത്രമേ ശരിയുള്ളൂ. അപ്പൊ അത് മാത്രം നമുക്ക് ആദ്യം വായിച്ച് പഠിക്കാം. പിന്നെ 2ന്റെ തെറ്റെന്താണെന്ന് നോക്കാം. അപ്പൊ കേസരി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. കേസരി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ഇത് ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവ സ്ഥാപിച്ച നേതാക്കളുമാണ്. അപ്പൊ കേസരി സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. അപ്പൊ യങ് ഇന്ത്യ ആരുടെയാണ്?
യങ് ഇന്ത്യ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. 1919 തുടങ്ങി 1931 വരെ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് വീക്കിലി ജേണൽ ആയിരുന്നേ. വീക്കിലി ആഴ്ചതോറും പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. അപ്പൊ ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളും ശരിയായിട്ടുള്ളത് 1, 3 ആയിരുന്നു. കേസരി ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, യങ് ഇന്ത്യ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. അതൊരു വീക്കിലി ജേണൽ ആണ്. 1919 പബ്ലിഷ് ചെയ്തു തുടങ്ങി 1931 വരെ ഉണ്ടായിരുന്നു. ഇനി അഞ്ചാമത്തെ നോക്കാം. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏത്? അപ്പൊ നോക്കിയേ, 1ഉം 2ഉം ശരിയാണ്. തെറ്റായത് 3 മാത്രമാണ്. 3 മാത്രമാണ് അതിൽ തെറ്റ്. അപ്പൊ ഒന്നാമത് നോക്കിയേ, എനിക്ക് ശേഷം പ്രളയം പറഞ്ഞത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 അപ്പം എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 അപ്പൊ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് വോൾട്ടയർ അല്ല, റൂസോ ആണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ഉറപ്പാണ്, ഓർത്തിരിക്കണം. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് റൂസോ ആണ്. അപ്പൊ എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ഞാനാണ് രാഷ്ട്രം ലൂയി 14 സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് റൂസോ. ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആറാമത്തതിലോട്ട് നോക്കാം. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? അപ്പൊ 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ചൈനയിലാണ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഇൽമനൈറ്റ് ആണ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഇൽമനൈറ്റ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കുവാൻ, അത് വിഷുവം എന്നാണ് അറിയുന്നത്. ഈ സൂര്യനെ ദർശിക്കുവാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? ഒന്നും കൂടി ചോദ്യം വായിക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? അത് സെപ്റ്റംബർ മാസത്തിലാണ്. സെപ്റ്റംബർ മാസത്തിലാണ്. ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ബ്രഹ്മകമലം ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ്? ഉത്തരാഖണ്ഡിന്റെ ആണ്. ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്. സുവർണ ചതുഷ്കോണം ഒരു ഹൈവേ ആണ്. സുവർണ ചതുഷ്കോണം ഒരു ഹൈവേ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് PSLV ആണ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് PSLV. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അപ്പൊ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം 4ഉം. അപ്പൊ ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഇപ്പം എന്താണ് നീതി ആയോഗ് അല്ലേ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ 12-ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അപ്പം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഇനി നോക്കിയേ 14-ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതേത്? അതും ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ നോക്കിയേ, അതില് ബന്ധമില്ലാത്തത് ഒന്നാമത്തെ മാത്രമാണ്. അപ്പൊ 2, 3, 4 ആദ്യം വായിക്കാം. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അപ്പൊ ഹരിത വിപ്ലവത്തിൽ ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. എന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈ yielding വെറൈറ്റി ക്രോപ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആ ക്ലാസ്സും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നോക്കിയേ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും. ഹരിത വിപ്ലവം ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. അപ്പം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അപ്പൊ അതില് തെറ്റായിട്ടുള്ളത് ഏതാ? ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപാദനം
അഭൂതപൂർവമായി വർദ്ധിച്ചിട്ടില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. പ്രധാനമായിട്ട് ഗോതമ്പിന്റെ ഒക്കെ ഉൽപാദനമാണ് കൂടിയത്. അപ്പൊ അതൊക്കെ ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണ്. അത് ഹരിതവിപ്ലവവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. 15ാമത്തെ ചോദ്യം നോക്കാം. G20 ഉച്ചകോടി 2023മായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? G20 ഉച്ചകോടി 2023മായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്കത് വായിച്ച് പഠിക്കാം. G20 ഉച്ചകോടി 2023 ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. അപ്പൊ ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. അതിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വസുദൈവ കുടുംബകം. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു 2023 നടന്നത്. അപ്പം G20 ഉച്ചകോടി 2023മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. എന്തൊക്കെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു അന്ന് നടന്നത്. ഇനി 16ാമത്തെ ചോദ്യം നോക്കാം. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങുന്ന നിരക്ക്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാല് റിവേഴ്സ് റിപ്പോ. അപ്പം റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങും. അതിന്റെ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ RBI രാജ്യത്തെ മറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. അപ്പൊ ഇന്ത്യയിൽ കാനേഷുമാരി അതായത് സെൻസസ് തുടങ്ങിയത് 1881 അപ്പൊ ഇന്ത്യയിൽ കാനേഷുമാരി അഥവാ സെൻസസ് തുടങ്ങിയത് 1881 അപ്പൊ ചരക്ക് സേവന നികുതി എന്നാൽ എന്താണ്? ചരക്ക് സേവന നികുതി എന്നാൽ പരോക്ഷ നികുതിയാണ്. ചരക്ക് സേവന നികുതി ഒരു പരോക്ഷ നികുതിയാണ്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ റോവിങ്, ചെസ്, ഗോൾഫ്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങളും റോവിങ്, ചെസ്, ഗോൾഫ്. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? അപ്പൊ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് പറഞ്ഞ് നമ്മളൊരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അപ്പൊ 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ഉത്തരം ക്യാബിനറ്റ് മിഷൻ. ഒന്നുകൂടെ വായിക്കാം. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇനി 21ാമത്തെ ചോദ്യം നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത്? അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പം ബാക്കി ബുക്കുകളൊക്കെ ആരാ എഴുതിയേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അത് എഴുതിയത് VP മേനോൻ ആണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ബുക്ക് എഴുതിയത് VP മേനോൻ ആണ്. ട്രെയിൻഡ് പാകിസ്ഥാൻ ഖുശ്വന്ത് സിംഗ് എഴുതിയതാണ്. ട്രെയിൻഡ് പാകിസ്ഥാൻ ഖുശ്വന്ത് സിംഗ് എഴുതിയ ബുക്കാണ്. വിങ്സ് ഓഫ് ഫയർ അറിയാമല്ലോ, ആരുടെയാണ്? APJ അബ്ദുൽ കലാമിന്റെ. അപ്പൊ അഗ്നിച്ചിറകുകൾ വിങ്സ് ഓഫ് ഫയർ ആരുടെ ബുക്കാണ്? APJ അബ്ദുൽ കലാം. ഒരിക്കൽ കൂടി പറയാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എഴുതിയത് ആരാണ്? VP മേനോൻ. ട്രെയിൻഡ് പാകിസ്ഥാൻ ഖുശ്വന്ത് സിംഗ്. വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാം. 22ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്ന ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെ? അപ്പൊ 1, 3, 4 ആണ് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അത് നോക്കാം. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുക എന്നതാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. എന്താണ്? നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും
രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ എന്താണ് ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാം. അപ്പൊ അതൊന്നും എന്താണ് ന്യായവാദാർഹമല്ല. അപ്പൊ എന്താ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. അപ്പൊ രാഷ്ട്രത്തിന് വേണ്ടി നയം രൂപീകരിക്കുമ്പോഴും പദ്ധതി നടത്തിപ്പിനും ഒക്കെ വേണ്ടി അവർക്ക് ഈ നിർദ്ദേശക തത്വങ്ങൾ പരിഗണിക്കാം. പക്ഷെ നമുക്കത് കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നും കൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. അപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നോക്കി 23ാമത്തെ ചോദ്യം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പൊ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ നമുക്ക് വായിച്ചു പഠിക്കാം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. അപ്പൊ തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അപ്പൊ കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അപ്പൊ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അപ്പൊ ഇത്രയും പ്രസ്താവനകളാണ് ശരി. അപ്പൊ 1 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ വരാനിരിക്കുന്ന 10th മെയിൻസിന്റെ എക്സാം എഴുതുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. ഇന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പൊ ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ചോദ്യം വന്നതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, ബൈ.